ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അരുൺ ഷാജി. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഈ JCBയുടെ ഓയിൽ മാറാനും അതേപോലെ തന്നെ ഇതിൻ്റെ ഹൗസിങ്ങിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പണികളുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓയിൽ ഫിൽറ്റർ അതേപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രാക്കും അതേപോലെ തന്നെ ഹൗസിങ്ങിൻ്റെതും പുറകിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ JCBയുടെ ഓയിൽ ഫിൽറ്റർ നമ്മൾ ഇവിടെ ക്ലീനൊക്കെ ചെയ്തായിരുന്നു. നമ്മുടെ പഴയ ഓയിൽ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എൻജിൻ ഓയിൽ ഇതാ ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? ഇതിപ്പോൾ എൻജിൻ ഓയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓയിൽ ഫിൽറ്റർ ഡീസൽ ഫിൽറ്റർ വരുന്നത്. ഈ രണ്ട് ഫിൽറ്ററും ഡീസലിൻ്റെ ആണ്. ഇതാണ് വണ്ടിയുടെ മെയിൻ എൻജിൻ പമ്പ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഊപ്പ്. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ പൊക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പുതിയതാ ഭായ്, എന്നായ വാല ഓൾഡ് ഏനായ വാല. ഇത് ഡീസൽ ഫിൽറ്റർ കണ്ടില്ലേ, ഡീസലിനകത്ത് മുക്കിയിട്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നമ്മുടെ ഡീസൽ ഫിൽറ്റർ നമ്മൾ റെഡിയാക്കി തിരിച്ച് കയറ്റുകയാണ്. चैनल में फेमस होगा तो पैसा है ना? हाँ, चैनल में फेमस है तो पैसा है. पैसा है. ഡീസൽ ഫിൽറ്റർ സെറ്റ് ചെയ്യാണ്. क्या है भाई? लीकेज वो स्क्रू नहीं, वो ईयर आएगा तो हाँ डाउट क्लियर. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീസൽ ഫിൽറ്ററിൻ്റെ സീലൊക്കെ മാറുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ JCBയുടെ എൻജിൻ ഗിയർ ബോക്സ് ബാക്ക് സൈഡിലാണ്. അങ്ങനെയാണ്. ഓക്കെ, ക്ലീൻ ചെയ്താ. ഇതിന് 2 ഡീസൽ ഫിൽറ്ററാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അത് വീണ്ടും ഇടണ്ടേ തിരിച്ച്? റിട്ടേൺ डालेगा डीजल ഓറിങ് ഓ दूसरा नया वाला. അപ്പോൾ എല്ലാ ഡീസൽ ഫിൽറ്റർ മാറുമ്പോൾ അതിൻ്റെ ഓറിങ്ങും കാര്യങ്ങളെല്ലാം പുതിയതാണ് ഇടുന്നത്. ഓക്കെ, പുതിയ ഡീസൽ ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഇതാണ് പുതിയ ഡീസൽ ഫിൽറ്റർ. ഇത് പുതിയ ഡീസൽ ഫിൽറ്ററാണ്, കണ്ടില്ലേ? കൊള്ളാം കേട്ടോ, ഒരു രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ വർക്കിംഗ് എന്നു വെച്ചാൽ ഈ ഹോൾ വഴി ഡീസൽ പോയിട്ട് ഇതുവഴി ഫിൽറ്റർ ചെയ്ത് തിരിച്ച് റിട്ടേൺ കയറിപ്പോവും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതുവഴി ഡീസൽ വന്ന് ഇതിനകത്ത് ഫിൽറ്ററായി പുറത്ത് വരും. പിന്നെ അത് ഈ ഓസ് വഴി ഡീസൽ ആ ഓസ് വഴി ഡീസൽ വന്നിട്ട് ഇതിനകത്തൂടെ ഫിൽട്രേഷനായിട്ട് ഇതുവഴി നേരെ പമ്പിലേക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കരടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഇത് വണ്ടിയുടെ എയർ ഫിൽറ്ററാണ്. അതേപോലെ തന്നെ ബാക്കി പമ്പും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓസ് മെക്കാനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഹൗസിംഗ് ഓയിൽ മാറാൻ പോവുകയാണ്. ഇതാണ് ഹൗസിങ്ങിൻ്റെ ആ ഒരു നെറ്റ് പുതിയ തരുന്നല്ലാണ്. അത് പിരിവയ്യ എൻ്റെ പിരിവയ്യ കിടക്കുന്ന നെട്ടാണ്. അപ്പോൾ ഇത് ഹൗസിങ്ങിൻ്റെ നെട്ടാണ്. അപ്പോൾ ശരി,
ഓ അല്ലാതെ പിടിച്ചു കഴിഞ്ഞാൽ വളർത്തില്ലാണോ നീളത്തിന്? ഓ അപ്പോൾ ഇത് നേരത്തെ വർക്ക്ഷോപ്പിൽ പണി ചെയ്ത ആൾക്കാർ ഇതിൻ്റെ നെട്ടിനെയൊക്കെ അടിച്ച് വളച്ച് അതുകൊണ്ടാണ് പിന്നെ ഇളക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാട്. ഒരു കാര്യത്തിരിക്കുകയാണ്, നമുക്ക് ഇത് കാണാം. ഇനി ഇതൊക്കെ ഇട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അമ്മേ ഇട്ടിരുമ്പ് ഇതാ. സത്യം പറഞ്ഞ ഇതൊന്നും അടിച്ച് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല, നൈസായിട്ട് ഇളകി വരുന്ന നെറ്റ്. ഇളവണം ഓ 2-3 അടിയും കൂടെ അടിച്ചാൽ ഇളവും. കുറച്ചിട്ട് താത്ത് വെച്ചടി. ആ ഇളവിയുണ്ടാ ചെറുതായിട്ടാണെങ്കിൽ. അങ്ങനെ നമ്മൾ ഇത്ര നേരത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ആ നെട്ടിനെ അടിച്ചിളക്കിയിരിക്കുക. ഇത് തന്നെ അടച്ചു വെക്കാന്നാ, വേറെ വാങ്ങിക്കാൻ കിട്ടില്ലെന്നോ? ഇനി അതിനെങ്ങനെയാണ് ഇളക്കിയെടുക്കും? പാടല്ലേ കുളത്തിൽ പിടിക്കണ കൊള്ളാം നിന്റെ വീഡിയോ. ഇതാണ് ഹൗസിംഗ് ഓയിൽ. മൊത്തമായി നമ്മുടെ ഇതിപ്പോൾ ഇതിനകത്ത് എത്ര ലിറ്റർ ആണോ? ഇത് 20-21 ലിറ്റർ ഹൗസിങ്. ഹൗസിങ് 20-21 ലിറ്ററൊക്കെ കയറുന്നതാണ്. ഭയങ്കര സ്പെഷ്യൽ. ഇതെല്ലാം വന്നിട്ട് ലോക്കൽ പണികളാണ്. സിമ്പിൾ പണിയല്ലേ? ഇല്ലല്ല, അട്ടകളങ്ങനെ ഇത്തിരി പാടുണ്ടല്ലോ. ഇതില് മറ്റേ ഇത് പൊട്ടിയല്ലേ, ഇത് എല്ലാം അടിച്ചു പൊട്ടിച്ച് വെച്ചിരിക്കുന്നു. ഓ അടിച്ചു പൊട്ടിച്ച് വെച്ചിരിക്കുന്നല്ലേ? അതിന് മുമ്പ് പണി ചെയ്തവന്മാരോ ചെയ്ത് വെച്ചിരിക്കുന്നത്. പണി ഇല്ലേ, അവൻ എഞ്ചിനായാലും മാറണെടുക്കും പണി. അതിന്റെ നട്ട് മാറണം. ഇനിയിപ്പം അകത്ത് പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ ഇളകി പോരില്ലേ? ഏത് അതിനകത്ത് കറങ്ങണം. കറങ്ങണില്ലല്ലേ? കറങ്ങണില്ല, അനക്കമില്ല. ചൂടായി സീറ്റിംഗ് ആയിരിക്കും ഏട്ടെ. സീറ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ പോട്ടല്ലേ? അതിലേത്തി കൊടുക്കേണ്ടി വരും. പണിയായി അടിച്ച് ചതക്കി ചെപ്പിച്ച് ഇനി ഇളക്കപ്പോ അങ്ങനെ ഗായ്സ് നമ്മുടെ JCBയുടെ പണിയെല്ലാം കഴിഞ്ഞു. ഏകദേശം വർക്കെല്ലാം ക്ലോസ് ആയി. വാന ചെക്ക് ചെയ്ത് നോക്കുകയാണ് മേസ്തിരി. വയല് കളയണമെന്നാ ചെയ്തതല്ലേ? അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഹൗസിങ് ഫുള്ളായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരിച്ച് പിടിക്കുന്നത്. അപ്പോൾ എല്ലാ ഓയിലും താഴെ പോയിട്ടുണ്ട്. ഇപ്പോൾ വർക്കുകളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ വാഹനത്തിൻ്റെ വീല് കറക്കിക്കൂടാ, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. വീല് കറക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് ഓയിലില്ല, ഹൗസിങ്ങിനകത്ത് ഓയിലില്ല. ഓയിലെല്ലാം മുഴുവനായിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരിച്ച് നിർത്തിയിരുന്നത്.
അപ്പോൾ ഗായ്സ് നമ്മുടെ ഹൗസിങ്ങിൻ്റെ ഓയിൽ ഒഴിക്കുകയാണ് കണ്ടില്ലേ. ഹൗസിങ്ങിൻ്റെ ഓയിൽ വീലിൻ്റെ സൈഡിൽ കൂടെയാണ് ഒഴിക്കുന്നത്. ഇതെത്ര ലിറ്റർ ബ്രോ? 21 ലിറ്റർ അല്ലേ? 100 പെടാ 21 ലിറ്റർ നേരത്തെ പറഞ്ഞു. അപ്പോൾ 21 ലിറ്റർ ഓയിലാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്.